ശബരിമല എന്നൊരു വിഷയം എടുത്ത് ഉപയോഗിക്കുകയാണ്. ഈ വിഷയം എടുത്ത് ഉപയോഗിക്കുന്നത് അവർക്ക് തന്നെ ആപ്പാകും എന്നതിൽ ആരും സംശയവും വേണ്ട. കോടികൾ തട്ടിച്ചവർ പിടിക്കപ്പെടും എന്നതിൽ സംശയമില്ല. വാജി വാഹനമൊന്നും എടുത്ത് തന്ത്രിക്ക് കൊടുക്കാൻ പ്രയാർ ഗോപാലകൃഷ്ണനോ അജയ് തറയിലിനോ യാതൊരു യോഗ്യതയുമില്ല. അത് ദേവസ്വത്തിന്റെ സ്വത്താണ്, ഭഗവാന്റെ സ്വത്താണ്. ആദ്യം അടിച്ചു മാറ്റിയത്, ക്യാമറയുടെ മുമ്പിൽ അടിച്ചു മാറ്റിയത് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമാണ്. ഇവരടിച്ചു മാറ്റി പോറ്റിക്ക് കൊടുത്ത കൂലി കൊടുത്താണ്. തന്ത്രി കാണിക്കുന്ന കുഴപ്പങ്ങൾക്ക് തന്ത്രിക്ക് സമ്മാനമായി കൊടുത്താണ് അയ്യപ്പന്റെ വാഹനം. വേലയെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നാടായ നാട് മുഴുവൻ നടന്ന് ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞു. വേറെയും ഉണ്ട് ഒരു വൃത്തികെട്ട പരിപാടി, ഒരു പാട്ടിറക്കിയിട്ടുണ്ട്. ഈ പാട്ട് ദൈവനിന്ദയാണ്. കാരണം ശബരിമല അയ്യപ്പനെ ആളുകൾ വിളിക്കുന്ന കരിമല കയറ്റം ശരണം പൊന്നയ്യപ്പ, 18 പടി നമ ശരണം പൊന്നയ്യപ്പ, അങ്ങനെ വിളിക്കുന്നിടത്ത് മറ്റൊരു എതിർ രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടി, സഖാക്കളെ അപമാനിക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയെ അപമാനിക്കാൻ വേണ്ടി അപമാനിക്കുന്ന വാക്ക് പറഞ്ഞിട്ട് എൻ്റെ വാതിൽ അയ്യപ്പനെ പറയുക. അയ്യപ്പനെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുകയാണ്. അത് നെറികെട്ട പണിയാണ്. ഗവൺമെന്റ് ജീവനക്കാർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അവർക്ക് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സർക്കാർ. കഴിഞ്ഞ തവണ ഓണം വന്നു. ഓണത്തിന് എല്ലാ സാധനങ്ങളും വില കുറച്ച് നമ്മുടെ മാവേലി സ്റ്റോർ, നമ്മുടെ സ്റ്റോറുകളിൽ കിട്ടി. സപ്ലൈകോയുടെ സ്റ്റോറുകളിൽ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞു. അതിനെല്ലാം ജനങ്ങൾ അഭിനന്ദിച്ച ഒരു കാര്യമാണ്. അക്കാര്യങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ ശബരിമല എന്നൊരു വിഷയം എടുത്ത് ഉപയോഗിക്കുകയാണ്. ഈ വിഷയം എടുത്ത് ഉപയോഗിക്കുന്നത് അവർക്ക് തന്നെ ആപ്പാകും എന്നതിൽ ആരും സംശയവും വേണ്ട. കോടികൾ തട്ടിച്ചവർ പിടിക്കപ്പെടും എന്നതിൽ സംശയമില്ല. വാജി വാഹനമൊന്നും എടുത്ത് തന്ത്രിക്ക് കൊടുക്കാൻ പ്രയാർ ഗോപാലകൃഷ്ണനോ അജയ് തറയിലിനോ യാതൊരു യോഗ്യതയുമില്ല. അത് ദേവസ്വത്തിന്റെ സ്വത്താണ്, ഭഗവാന്റെ സ്വത്താണ്. ആദ്യം അടിച്ചു മാറ്റിയത്, ക്യാമറയുടെ മുമ്പിൽ അടിച്ചു മാറ്റിയത് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമാണ്. ഇവരടിച്ചു മാറ്റി പോറ്റിക്ക് കൊടുത്ത കൂലി കൊടുത്താണ്. തന്ത്രി കാണിക്കുന്ന കുഴപ്പങ്ങൾക്ക് തന്ത്രിക്ക് സമ്മാനമായി കൊടുത്താണ് അയ്യപ്പന്റെ വാഹനം. ഇളക്കിയെടുത്ത് കൊടുക്കുക, അതൊന്ന് ഇളക്കിയെടുത്ത് കൊടുക്കുക. അവിടുന്ന് മൊട്ടുസൂചി കിട്ടിയാൽ അത് കാണിക്കയിടണം. മൊട്ടുസൂചി കിട്ടിയാൽ എടുത്ത് ദേവസ്വത്തിന്റെ ലോക്കറിൽ വെക്കണം. സ്വർണം കൊണ്ടൊരു സൂചി കിട്ടിയാൽ, വെള്ളി കൊണ്ടൊരു സൂചി കിട്ടിയാൽ അത് ദേവസ്വത്തിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഖജനാവിൽ അടയ്ക്കണം എന്ന നിയമവ്യവസ്ഥയുള്ളപ്പോൾ അതെടുത്ത് സ്വന്തം വീട്ടിലെ കാനം പോലെ ഇളക്കിയെടുത്ത് കൊള്ളും. കോൺക്രീറ്റ് തീർത്ത കൊടിമരം തടിയാണെന്ന് വരുത്തി തീർത്ത്, അത് ദ്രവിച്ചു പോയി എന്ന് വരുത്തി തീർത്ത് പൊളിച്ചു പണിത ക്രൂരകൃത്യം അതിന്റെ പുറകിലുണ്ട് എന്ന് ഓർത്താൽ നല്ലത്. ഏതാ തടിയാണെന്ന് പറഞ്ഞ് പൊളിക്കുകയാണ്. സാധനം തടി ദ്രവിച്ചിരിക്കുകയാണെന്ന് തന്ത്രി പറയുന്നു. ഇവർ പൊളിക്കുന്നു, ഒരു കള്ളപ്പണി ചെയ്യാൻ പോകുന്നു. തുറന്നു നോക്കുമ്പോൾ കോൺക്രീറ്റിലാണ് കൊടിമരം നിൽക്കുന്നത്. കോൺക്രീറ്റിന്റെ പുറത്താണ് സ്വർണ്ണ പറ ഇറക്കിയത്. ഇതെല്ലാം ഈ വേലയെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നാടായ നാട് മുഴുവൻ നടന്ന് ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞു. വേറെയും ഉണ്ട് ഒരു വൃത്തികെട്ട പരിപാടി, ഒരു പാട്ടിറക്കിയിട്ടുണ്ട്. ഈ പാട്ട് ദൈവനിന്ദയാണ്. കാരണം ശബരിമല അയ്യപ്പനെ ആളുകൾ വിളിക്കുന്ന കരിമല കയറ്റം ശരണം പൊന്നയ്യപ്പ, 18 പടി നമ ശരണം പൊന്നയ്യപ്പ, അങ്ങനെ വിളിക്കുന്നിടത്ത് മറ്റൊരു എതിർ രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടി, സഖാക്കളെ അപമാനിക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയെ അപമാനിക്കാൻ വേണ്ടി അപമാനിക്കുന്ന വാക്ക് പറഞ്ഞിട്ട് എൻ്റെ വാതിൽ അയ്യപ്പനെ പറയുക. അയ്യപ്പനെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുകയാണ്. അത് നെറികെട്ട പണിയാണ്. കാരണം വിശ്വാസികൾ ചിന്തിക്കേണ്ടതാണ്. വിശ്വാസത്തിന് പുറത്ത് ദൈവവിശ്വാസത്തോടെ ഭക്തിയോടെ അയ്യപ്പ എന്ന് വിളിക്കുന്നിടത്ത് ഓരോരുത്തന്മാർ അവന്മാരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അയ്യപ്പനെ പറ്റി പാരടി ഉണ്ടാക്കി പാടുന്നവന്മാർക്കാണ് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് എന്ന് എല്ലാവരും ഓർക്കണം. എല്ലാ വിശ്വാസികളും ചിന്തിക്കണം. അയ്യപ്പൻ എന്ന വിശ്വാസത്തെ കളിയാക്കുന്ന തരത്തിലാണ്. ഞാൻ കോന്നിയിൽ നിന്ന് വരുമ്പോൾ ഒരു ദിവസം ഒരു ചെറിയ ബസ് ഓടി വരുന്നു. ഈ ബസ്സിനുള്ളിൽ പാട്ട് വെച്ചിരിക്കുകയാണ്. യവന്മാരെ പാരടി പാട്ടുകൾ വെച്ച് ആന്ധ്രയിൽ നിന്ന് വരുന്ന ബസ്സുകാണ്. ഈ ആന്ധ്രക്കാരൻ വിചാരിച്ചു കേരളത്തിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന അയ്യപ്പൻ പാട്ടാണെന്ന് വെച്ച് ഈ പാട്ടും വെച്ചുകൊണ്ട് ആ ഭക്തജനങ്ങൾ അയ്യപ്പന്മാരെ പറ്റിക്കുന്ന യവന്മാരെ പരിപാടി, ആരെയും പറ്റിക്കുന്ന പരിപാടി, കള്ളം മാത്രം പറയുന്ന പരിപാടി. ഇതിനെതിരെയാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. ഈ വികസന മുന്നേറ്റ ജാഥ കേരളത്തിൽ എല്ലായിടത്തും കടന്നു വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 3ാം പിണറായി സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി അതിശക്തമായ പ്രവർത്തനത്തോടെ നമ്മൾ 3ാമതും ഇതിനേക്കാൾ ഇപ്പോൾ ഉള്ള 99-നേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം, പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഭരണം, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭരണം, തൊഴിലാളിക്ക് വേണ്ടിയുള്ള ഭരണം, എല്ലാ രംഗത്തും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് ഇന്ത്യയിലെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിൽ 1ാം സ്ഥാനം കേരളത്തിനാക്കി മാറ്റുവാൻ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരുകൾ, 2 സർക്കാരുകൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് വലിയ നിക്ഷേപം ഇനിയും കേരളത്തിലേക്ക് വരണമെങ്കിൽ ധൈര്യത്തോടെ അഴിമതിയില്ലാതെ നിക്ഷേപിക്കാൻ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരിക്കണം. അല്ല വരുന്നവന്റെ അടുത്ത് നക്കാപ്പീച്ചയ്ക്ക് കൈ നീട്ടുന്ന പരിപാടിയില്ല. ആര് വന്നാലും 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് അവരുടെ സ്ഥാപനം തുടങ്ങാൻ അനുമതി കൊടുക്കുന്ന
ഏറ്റവും വേഗതയുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ കേരളം എന്ന് നമ്പർ 1 സംസ്ഥാനമെന്നാണ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോടാനുകോടി രൂപയുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ ഒരുങ്ങുന്നു. ഇടതുപക്ഷ മുന്നണിയെ വിശ്വസിച്ചാണ് വരുന്നത്. അത് നമ്മുടെ മക്കൾക്ക് തൊഴിലുണ്ടാക്കും, നമ്മുടെ വ്യാപാരം വിജയിക്കും, സമസ്ത മേഖലയും പുരോഗമിക്കും. അതിനുവേണ്ടി വീണ്ടും എല്ലാവരും കയ്യും മെയ്യും മറന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം നിന്ന് എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. 100-ന് മേൽ സീറ്റ് നൽകി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സർക്കാർ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനായി പരിശ്രമിക്കണം, നമ്മളെല്ലാവരും അതിനായി പരിശ്രമിക്കണം. അതിന് അഭിമാനത്തോടെ നമുക്ക് പറയാം, ഏതൊരു സ്ഥലത്ത് കയറി ചെന്നാലും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വോട്ട് പിടിക്കാം. അല്ലാതെ ദൈവത്തിനെ അധിക്ഷേപിച്ചും ജാതി പറഞ്ഞും മതം പറഞ്ഞും അല്ല വോട്ട് പിടിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ അത് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇടതുമുന്നണി സർക്കാരിനെ മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള കരുത്തുറ്റ പ്രവർത്തനങ്ങൾ ഇനിയുള്ള നാളുകൾ കാഴ്ചവെക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനായ സഖാവ് ബിനോയ് വിശ്വം അദ്ദേഹം നയിക്കുന്ന ഈ വികസന മുന്നേറ്റ ജാഥ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി വരുമ്പോൾ പത്തനാപുരത്തിന്റെ മണ്ണിലേക്ക്, കൊല്ലം ജില്ലയിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോൾ എല്ലാ സഖാക്കളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.